വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഭയങ്കര ഫോട്ടോഷോപ്പിലൊക്കെ കുറച്ചും കൂടി കാര്യങ്ങൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഐക്കൺ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ പിക്ചർ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ആയാലും ഫേസ്ബുക്കിൻ്റെ ആയാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ആയാലും ഒക്കെ നമുക്ക് എങ്ങനെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്കൊരു ഫോട്ടോനെ കുറച്ചും കൂടി 3D വിഷ്വലി നമുക്കൊരു 3D ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഞാനിതിൽ കാണിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു പിക്ചറാണ്. ഈ പിക്ചറിനെ നമുക്കറിയാൻ പറ്റും ഫേസ്ബുക്കിൻ്റെ ആയാലും വാട്സപ്പിൻ്റെ ഒക്കെ ആയാലും സർഫസ് വൈറ്റ് കളറിലാണ്. അപ്പോൾ നമുക്ക് ആ വൈറ്റ് സർഫസ് കുറച്ചിട്ട് നമ്മുടെ പിക്ചറിൻ്റെ ആ ഭാഗത്തേക്ക് വൈറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. അത് ലെയറിൻ്റെ മാത്രമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓൾറെഡി ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് റെക്കോർഡായി പോയില്ല. ഇതാണ് നമ്മുടെ പിക്ചർ. ഓക്കെ, ഈ പിക്ചറിൽ ഞാൻ ഈ ഒരു കൈ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കൈ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പെൻ ടൂൾ വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ ഒരു ഫിഗർ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സെയിം സാധനത്തിൻ്റെ ലെയർ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെൻ ടൂൾ വയ്ക്കുക, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പെൻ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് സെലക്ട് ആക്കി. ഓക്കെ, നമ്മൾ കൺട്രോൾ എൻ്റർ അടിക്കുന്നു, കൺട്രോൾ ജെ അടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ നമുക്ക് കിട്ടി. എങ്ങനെ? ഈ ഒരു കൈ മാത്രമായിട്ട്. ഓക്കെ, അതേ സംഭവം തന്നെ ഒരു റൗണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചു. അതിനുശേഷം ഇതിൽ നിന്ന് കൺട്രോൾ ജെ അടിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പിക്ചർ കിട്ടി. അപ്പോൾ ഈ രണ്ട് പിക്ചറും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സർഫസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു സർഫസിൽ നിന്ന് നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നിൽക്കുകയാണ്. അതായത് ഈ ലെയർ കൂടുതലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ലെയർ രണ്ടാളും ഓപ്പൺ ചെയ്തിട്ട് കൈയിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗം മാത്രം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ലെയർ സിസ്റ്റം മാത്രമാണ് കണ്ടത്. ഇതിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന സാധനമാണ്. നമുക്ക് ഇതിൻ്റെ മുന്നിൽ കൊണ്ടുവരാം, നോ ഇഷ്യൂ. അതിനൊന്നും കാരണമില്ല. കാരണം ഇത് നമ്മൾ എപ്പോഴാണ് ഇത് മാറ്റാൻ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ കൺട്രോൾ ഒരു പിക്ചർ മാറ്റി ഇതിൻ്റെ ഇങ്ങനെ മാറ്റുക. അപ്പോഴൊക്കെയാണ് ഈ സാധനം നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇത് മെർജ് ചെയ്ത് പോയിരിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് ഒരു ഡ്രോപ്പ് ഷേഡും കൂടി ഇടാം. ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രോപ്പ് ഷേഡോ ഓപ്പൺ ചെയ്യാം. ഡ്രോപ്പ് ഷേഡോ ഓപ്പൺ ചെയ്തിട്ട് നമ്മളിത് കണ്ടോ കുറച്ചൊന്ന് ഇതാക്കില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഒരു കണ്ടില്ലേ, അതിൻ്റെ ഒരു ലെയർ സിസ്റ്റം എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ടൂൾസ് എന്ന് പറയുന്നത് കുറവാണ്. ടൂൾസിനേക്കാളും കൂടുതൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ടൂൾ എന്ന് പറയുന്നത് പെൻ ടൂളിൻ്റെ ആണ് ഞാൻ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. പെൻ ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് അതിനെ സെലക്ട് ചെയ്യാനും മാർക്ക് ചെയ്യാനും പഠിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയ വേണ്ടോ, നമുക്ക് ഇങ്ങനെ എവിടെ വേണമെങ്കിലും ഭയങ്കര കൺട്രോൾഡ് ആക്കിയിട്ട് നമുക്കതിനെ സെലക്ട് ചെയ്ത് കൺട്രോൾ എൻ്റർ അടിച്ചിട്ട് നമ്മൾ കൺട്രോൾ ജെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ലെയറായി മാറുകയും ഉണ്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഇതിൽ ഒരു ബിഗ് റോള് എന്ന് പറയുന്നത്. ആ പെൻ ടൂളിൻ്റെ ഇത് മാത്രമാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ബാക്കിയെല്ലാം ക്രിയേറ്റിവിറ്റിയാണ്. നമ്മൾ ഇങ്ങനെയുള്ള ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് എങ്ങനെ നമുക്ക് അതിനെ മാറ്റി ഒരു വേറെ വിഷ്വലിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. നമുക്കിത് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മളെന്ന് വെച്ചാൽ ഈ രണ്ട് ലെയറും ഒരുമിച്ച് വയ്ക്കണം. നമ്മളെപ്പോഴും ഒരു സ്ക്വയർ ടൈപ്പിലായിരിക്കും വാട്സപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്ക്വയർ ടൈപ്പിലേക്ക് ആക്കിയിട്ട് വേണം അതിനെ നമ്മൾ ഇതാക്കാൻ. ഇവിടെ ഒരു റൂളർ എന്ന് പറയുന്നതാണ്. ഈ റൂളറോടെ കൊണ്ടുപോയിക്കാം. നമുക്കിപ്പോൾ ഇത് ഏരിയ മനസ്സിലായി. ഇത്ര ഏരിയയിലാണ് ഈ സാധനം വരുന്നത്. ഇതിങ്ങനെ വെച്ചു. ഓക്കെ, ഇതിങ്ങനെ വെച്ച് നമ്മൾ ഇതിനെ ക്രോപ്പ് ചെയ്യണം. നമുക്കിവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് കൈയെടുത്ത് തന്നെ കാണിക്കുന്ന രീതിയിൽ. അതൊക്കെ വേറൊരു വീഡിയോ കൂടി ഇടാൻ നോക്കാം. സോറി, ഞാനിത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയത് കൊണ്ടാണ്. ഞാൻ അടുത്തൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്. ഇത് നമുക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. താങ്ക് യു.